ഗുജറാത്ത്, ഹരിയാന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആം ആദ്മി സീറ്റ് ധാരണയായി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി 4 സീറ്റിലും കോൺഗ്രസ് 3 സീറ്റിലും മത്സരിക്കും. ഹരിയാനയിൽ 1 സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുമ്പോൾ 9 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. ചണ്ഡീഗഡ് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. പഞ്ചാബിൽ ഇരു പാർട്ടികളും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ധാരണ. അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. അച്യുതൻ, ഈ ഡൽഹിയിലേക്കുള്ള ധാരണ അത് നേരത്തെ പുറത്തുവന്നതുമാണ്. ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ധാരണ അത് തർക്കങ്ങളില്ലാതെയാണോ ആ തീരുമാനത്തിലേക്ക് എത്തിയത്? ഒപ്പം പഞ്ചാബിലെ സ്ഥിതി എന്താണ്? പ്രജിൻ, തീർച്ചയായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷയുടെ വക നൽകുന്നത് കൂടിയാണ് ഈ ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജനം. അതൊരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ നേരത്തെ പ്രവചിച്ചതുപോലെ തന്നെ ഡൽഹിയിൽ 4 ഇടങ്ങളിൽ ആം ആദ്മിയും മറ്റ് 3 ഇടങ്ങളിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. അതിൻ്റെ ഒരു പട്ടിക പരിശോധിച്ച് കഴിഞ്ഞാൽ ന്യൂഡൽഹി, സൗത്ത് ഡൽഹി, ഈസ്റ്റ് ഡൽഹി, വെസ്റ്റ് ഡൽഹി എന്നീ 4 ഇടങ്ങളിൽ ആം ആദ്മിയും, നോർത്ത് ഈസ്റ്റ് ഡൽഹിയും നോർത്ത് വെസ്റ്റ് ഡൽഹി, ചാന്ദിനി ചൗക്ക് എന്നിവിടങ്ങളിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. ഹരിയാന 1 സീറ്റാണ് ആം ആദ്മി പാർട്ടിക്ക് നൽകിയിരിക്കുന്നത്. ബാക്കി 9 സീറ്റുകളിലും കോൺഗ്രസ് മത്സരിക്കും. അത് ഹരിയാനയിൽ അത്ര ശക്തമല്ല ആം ആദ്മി പാർട്ടി. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് 1 സീറ്റിലേക്ക് മത്സരിക്കാനായി ആം ആദ്മി പാർട്ടി തയ്യാറെടുക്കുന്നത്. ഗുജറാത്തിൽ ഈ എതിർപ്പുകളെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഭറൂച്ച്, ഭാവ്നഗർ സീറ്റുകളാണ് ആം ആദ്മിക്കായിട്ട് നൽകിയിരിക്കുന്നത്. ബാക്കിയുള്ള 24 സീറ്റുകളിലും കോൺഗ്രസ് തന്നെയായിരിക്കും മത്സരിക്കുക. ഗോവയിലെ 2 സീറ്റുകളിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. മധ്യപ്രദേശിലെ 1 സീറ്റ് സമാജ്വാദി പാർട്ടിക്കായിട്ട് നൽകിയിട്ടുണ്ടെന്നും ഇന്ന് ഈ ആം ആദ്മിയും കോൺഗ്രസും വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. പക്ഷേ പഞ്ചാബിലേക്ക് വരുമ്പോൾ സാഹചര്യം അവിടെ വേറെയാണ്. കാരണം അവിടെ ഈ പറഞ്ഞതുപോലുള്ള സീറ്റ് വിഭജനമില്ല. അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തയ്യാറെടുക്കുന്നത്. നേരത്തെ തന്നെ അത്തരം സൂചനകൾ തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ ഒരു സീറ്റ് വിഭജനം പൊതുവെ വിലയിരുത്തുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിന് തന്നെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. കാരണം നേരത്തെ ഈ സീറ്റ് വിഭജനം വൈകുന്നതിൽ ആം ആദ്മി നേരത്തെ തന്നെ ആശങ്ക അറിയിച്ചിരുന്നു. പശ്ചിമ ബംഗാളിലേക്ക് വരുമ്പോൾ ഇപ്പോഴും ആ ചർച്ചകൾ പൂർണ്ണമായി ഫലം കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നതായാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. നേരത്തെ യു പിയിൽ ഈ പറഞ്ഞതുപോലെ സമാജ്വാദിയും കോൺഗ്രസും തമ്മിൽ ഒരു സീറ്റ് വിഭജന ചർച്ചകൾ ഫലം കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഡൽഹി 3 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കോൺഗ്രസ് ആം ആദ്മി സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിക്കൊണ്ട് അവിടെ ഈ സീറ്റ് ധാരണയിലേക്ക് ഇരു പാർട്ടികളും എത്തിയിരിക്കുന്നത്. പ്രജിൻ, തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജനം സാധ്യമാകുന്നു എന്നത് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ പകരുന്നുണ്ട്. അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.